ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനം അറിയിക്കുന്നു. അപ്പോൾ കർത്താവിന് എന്താ റോള്? ഞങ്ങളുടെ ഇഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നു. പക്ഷേ കർത്താവിന് ഇടപെടാൻ നമ്മളിവിടെ ഒരു അവസരം കൊടുത്തത് എപ്പോഴാണ് ചാൻസ് കർത്താവിന് കിട്ടുന്നത്? പറ. കർത്താവ് വെയിറ്റ് ചെയ്യുക എൻ്റെ ഹിതം അവൻ്റെ ജീവിതത്തിൽ നിറവേറി കാണാനായിട്ട്. കാരണം അവൻ അങ്ങനെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതും ഒരു റിച്വലായിട്ട് മാറില്ലേ? നമ്മുടെ ഈ പ്രാർത്ഥന പോലും ഒരു ആചാരമായിട്ട് അല്ലെങ്കിൽ ഒരു ചടങ്ങായിട്ട് മാറുകയല്ലേ? അതിൻ്റെ മീനിങ് എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും കാണാം വിദേശ രാജ്യങ്ങളിലൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ തന്നെ അങ്ങ് ഫയൽ ചെയ്യുന്നു, നമ്മളിങ്ങനെ അന്വേഷിക്കുന്ന എവിടെയാണ് നല്ലത്, അല്ലെങ്കിൽ എവിടെയാണ് ചാൻസ് കൂടുതൽ, എവിടെയാണ് നമുക്ക് പോയി ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ മക്കൾക്ക് ഏതാണ് നല്ലത്. ഇങ്ങനെ നമ്മൾ തന്നെ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് നമ്മൾ തന്നെ ചെയ്യും. എന്നിട്ട് നമ്മളിതെല്ലാം ചെയ്തിട്ട് ഇതെല്ലാമാണ് കർത്താവിൻ്റെ ഹിതം എന്നെക്കുറിച്ചുള്ളതെന്ന് നമ്മൾ അവകാശപ്പെട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ. രണ്ടും രണ്ടാണ്. നമ്മൾ കർത്താവിനോട് പെർമിഷൻ ചോദിച്ച് കർത്താവ് വ്യക്തമായിട്ടൊരു ഗൈഡൻസ് തന്നിട്ട് ചെയ്യുന്നതും നമുക്ക് കുറേ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് നമ്മളങ്ങ് സങ്കല്പിക്കുന്നതും രണ്ടും രണ്ടാണ്. നമ്മൾ പിന്നെ കുറേ അതിനെ പിന്നെ നമ്മൾ ആ കുറ്റബോധം മാറാണ്ട് ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കുറേ ടെസ്റ്റിമണീസ് ഒക്കെ പറയും. അതാ ഈ കിട്ടിയതിനെക്കുറിച്ച്, എനിക്ക് കിട്ടി, ഇത് കിട്ടി, അത് കിട്ടി എന്നുള്ള ഒരു ടെസ്റ്റിമണീസ് ഒക്കെ പറയും. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു, കർത്താവ് എനിക്ക് മറുപടി തന്നു. അങ്ങനെയല്ല, ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ദൈവവൈതൽ അല്ലെങ്കിൽ അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതൽ ചെയ്യേണ്ടത് എൻ്റെ ഹിതം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുകയില്ല, അങ്ങയുടെ ഹിതം ഇങ്ങോട്ട് റിസീവ് ചെയ്യും. കർത്താവേ, ഞാൻ എന്നെക്കുറിച്ചുള്ള പ്ലാൻ എന്താ? ഞാൻ പുറത്തെവിടെയെങ്കിലും പോകണം, അതോ ഞാൻ ഇവിടെ തന്നെ ഈ രാജ്യത്ത് നിൽക്കുന്നതാണോ നിനക്ക് ഫ്രൂട്ട്ഫുൾ, അതോ ഞാൻ പുറത്തെവിടെയും പോയി അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ അത് വ്യക്തമായിട്ട് ചോദിക്കുക. അല്ലാതെ എനിക്കിഷ്ടം ഇന്ന രാജ്യത്ത് പോകാനാ, ഞാൻ വിഷമിച്ച് പ്രാർത്ഥിച്ചു, ഞാനത് പിടിച്ചു മേടിച്ചു, ഞാൻ യാക്കോബിൻ്റെ സ്വഭാവമാണ്, ഞാൻ കർത്താവിനോട് പറഞ്ഞു എന്നെ അനുഗ്രഹിക്കാൻ ഞാൻ കർത്താവിനെ വിടത്തില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്നാ പറഞ്ഞത്, ഒരു തരം ബാലിശമായ ടെസ്റ്റിമണീസ്. അതേസമയം എനിക്ക് കർത്താവ് ഒരു ഓപ്ഷൻ തന്നു, ഇങ്ങനെ പോകാനായിട്ട് അല്ല ഒരു ആലോചന കിട്ടി, ഞാൻ കംപ്ലീറ്റ്ലി ന്യൂട്രലായി. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് അങ്ങയുടെ ഇഷ്ടമാണ്, ഇപ്പോൾ അങ്ങയുടെ ഇഷ്ടമല്ലേ വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് സലാലേക്ക് പോകാനായിട്ട് എനിക്ക് കർത്താവിൻ്റെ ഒരു ദാസൻ വഴി ഒരു ആലോചന കിട്ടി, നീ പുറത്തു പോകും, ഗൾഫിൽ പോകും, കുറച്ച് സമയം അവിടെ നിൽക്കും, കുറച്ച് സമയം തിരിച്ച് വന്ന് നാട്ടിൽ നിൽക്കും. അപ്പോൾ ഞാൻ എടുത്തിയാടിപ്പോയി. ഒന്നും അന്ന് എനിക്ക് പാസ്പോർട്ടില്ലെന്നാണ്, ഞാൻ ഓർക്കുന്നില്ല, പാസ്പോർട്ടുണ്ട്. ഞാൻ ഓടിപ്പോയി, അതിൻ്റെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അല്ല, ഇനി എങ്ങോട്ടാണ് പോകുന്നത്? കർത്താവ് പറഞ്ഞല്ലോ, ഇനി എനിക്കിഷ്ടമുള്ള കൺട്രി അങ്ങ് സെലക്ട് ചെയ്താൽ മതിയല്ലോ, നത്തിങ്. ഞാൻ കംപ്ലീറ്റ്ലി ന്യൂട്രലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വേർഡ് പോലും വേറെ ഇല്ല. അതായത് ഇങ്ങനെ നിന്നു, സെൻട്രലിൽ നിന്നു, നമ്മുടെ ഈ വെയിങ് മെഷീൻ്റെയൊക്കെ നീളിൽ നിൽക്കത്തില്ലേ, സെൻട്രലിൽ നിന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, എനിക്ക് പോകണമെന്ന് ആഗ്രഹമോ അല്ലെങ്കിൽ താല്പര്യമൊന്നുമില്ല, ആവശ്യമുള്ള കർത്താവ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും നാൾ ഞാൻ എൻ്റെ ഇഷ്ടമൊന്ന് ജീവിച്ചു, ഇനി കർത്താവ് ആഗ്രഹിക്കുക ഞാൻ പോകണോ, ഞാൻ പോകണം. അതിനകത്ത് ഒരു കണ്ടീഷൻസും ഇല്ല. പക്ഷേ കർത്താവ് എനിക്ക് ഡീപ്പ് കൺവിക്ഷൻ എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചാടിക്കറി ഒന്നും ചെയ്തു. ഞാൻ അതിനെക്കുറിച്ച് എക്സൈറ്റഡ് ആയില്ല, ഞാൻ അതിനെക്കുറിച്ച് സാധ്യതകളെക്കുറിച്ച് അന്വേഷിച്ചില്ല, പഠിച്ചില്ല, ആരോടും ചോദിച്ചില്ല. ഐ കെപ്റ്റ് ഓൺ വെയിറ്റിംഗ്, ഐ കെപ്റ്റ് ഓൺ പ്രേയിങ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവിന് വേണ്ടി കാത്തിരുന്നു. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് എന്നെക്കൊണ്ട് എൻ്റെ ക്ലോസ് ഫ്രണ്ടുണ്ട് ബിനോയ്, കഞ്ഞിക്കാവിലെ റാന്നിൽ. ബിനോയുടെ ഫ്രണ്ട് എന്നോട് ചോദിച്ചു, ഇതുപോലെ സലാലിക്ക് വരാൻ താല്പര്യമുണ്ട്. ഞാൻ ചെയ്യും, എന്താ സംഭവം? അത് ചെറിയൊരു പരിപാടിയുണ്ട്, ഒരാഴ്ചത്തേക്ക് ഒന്ന്, എക്സ്പെൻസ് എല്ലാം ഞങ്ങൾ മീറ്റ് ചെയ്തോളാം, മീറ്റ് വെറുതെ വന്നിട്ട് പോയാൽ മതി. അപ്പോൾ എന്നെക്കൊണ്ട് അവിടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ അന്നേരവും പറഞ്ഞില്ല യെസ് കേട്ടോ, അല്ലെ ചാടിക്ക് ഇതായിരുന്നല്ലോ കർത്താവ് പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ പറയാമെന്ന് ആലോചിച്ചിട്ട് വന്നു. ആലോചിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ വന്ന് ഭവനത്തിൽ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എന്താ ചെയ്യുന്നത്? അപ്പോൾ കർത്താവിനോട് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ നീ പോകുന്നത്, യെസ് ഇതാണ് ആ ചാനൽ, നീ പ്രൊസീഡ് ചെയ്തു. ഞാൻ അവരോട് പറഞ്ഞു യെസ് ഞാൻ റെഡിയാണ് വരാം. അങ്ങനെ ഞാൻ സലാലിക്ക് പോകുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഹിതം നമ്മൾ ചോദിക്കണം, എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മളിലാകത്തുള്ളൂ. അല്ലാതെ ഞാൻ കയറി കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ സാക്ഷ്യമാക്കി അത് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, ഞാനല്ല അതിന് നന്ദി പറഞ്ഞു, ഞാനത് കർത്താവിന് ഒരു 10 നന്ദി ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച കാര്യം കിട്ടിയപ്പോൾ, അതല്ല കർത്താവ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്.
കർത്താവിൻ്റെ ഒരു യഥാർത്ഥ സ്പിരിച്വൽ ഗ്രോത്ത് വന്ന പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും കർത്താവ് എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ ഹിതം നടന്നാൽ മതി, എൻ്റെ ഇഷ്ടമല്ല നടക്കേണ്ടത്. അത് ചെറിയ കാര്യങ്ങളാകട്ടെ വലിയ കാര്യങ്ങളാകട്ടെ, നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചാട്ടെ, നമ്മുടെ ബിസിനസ് സംബന്ധിച്ചാട്ടെ, ബിസിനസ്സിൻ്റെ പാർട്ട്ണർഷിപ്പ് സംബന്ധിച്ചാട്ടെ, നമ്മുടെ പ്രൊഫഷനെ സംബന്ധിച്ചാട്ടെ, മക്കളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചാട്ടെ, അവരുടെ വിവാഹക്കാര്യം സംബന്ധിച്ചാട്ടെ, നമ്മളൊരു വാഹനം എടുക്കുമ്പോഴാട്ടെ, ഇതെല്ലാം ഈ ലോകത്തിലെ കാര്യങ്ങൾ. പിന്നെ അതിനപ്പുറമായിട്ട് നമ്മുടെ ആത്മീയ കാര്യങ്ങളുണ്ട്. നമ്മളെങ്ങനെയാണ് കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടത്, ഞാൻ കർത്താവിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്, എൻ്റെ ഇഷ്ടം വേണം, എനിക്ക് ഈ ലോകത്തോടല്ല എനിക്ക് സ്നേഹം, എനിക്ക് എൻ്റെ കർത്താവിനെ സ്നേഹിക്കേണ്ടത്. അത് പരിശുദ്ധാത്മ സഹായിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ലോകം വേണം, നമുക്ക് ഇവിടെ ജീവിക്കുമ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട്, പല വിശ്വാസങ്ങളും ശ്രദ്ധിച്ച് വയ്ക്കുകയും ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ അനുഗ്രഹവും വേണം, എല്ലാ നന്മയും വേണം. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാ ഉയർച്ച കിട്ടണം, ഇവിടുത്തെ എല്ലാ അപ്രീസിയേഷൻ കിട്ടണം, ഇവിടുത്തെ സമ്പത്ത് കിട്ടണം, ഇവിടുത്തെ നല്ല വാഹനങ്ങൾ, നല്ല ഭവനം, ഇതെല്ലാം എനിക്ക് ഇവിടെ വേണം. താനും മരിച്ചു ചെല്ലുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ ഏറ്റവും നല്ല സ്ഥാനം വേണം. എത്ര സുഖകരമായ ജീവിതം! അതൊന്നുമല്ല ശരിയായ ആത്മീയൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കേട്ടോ. ആത്മീയ ശരിക്കും കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. ഈ ലോകത്തോടുള്ള ഫ്രണ്ട്ഷിപ്പ് ദൈവത്തോടുള്ള ശത്രുത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലോകം വേണം കർത്താവ് വേണമെന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നിൽ ഈ ലോകം അല്ലെങ്കിൽ കർത്താവ്, ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു നിത്യതയുണ്ട് കേട്ടോ. അത് സ്വർഗത്തിലാണോ അല്ലെങ്കിൽ പിശാചിൻ്റെ കൂടെ ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇവിടെ വെച്ചാണ്. അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണേ, ലൈറ്റായിട്ട് എടുക്കരുത്. ഇവിടുത്തേനകത്തൊക്കെ പെട്ടുപോയി നമ്മളങ്ങ് അടിച്ചു പൊളിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതെല്ലാം അങ്ങ് മറന്നു പോകും. ഒന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. കഥ വരയിരിക്കട്ടെ.